ദൈവനാമത്തിന് സ്തോത്രമുണ്ടാവട്ടെ. അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൊട്ടാരക്കര സ്വദേശിനിയായ ഒരു വാത്സല്യ ആൻറ്റിയാണ്. പതിവായി അനുനയനം പ്രോഗ്രാം കാണുകയും പ്രാർത്ഥനാ വിഷയങ്ങളെ വിളിച്ചറിയുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷകയാണ് പ്രിയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അതീവ ഗുരുതരമായ ചില രോഗലക്ഷണങ്ങൾ മനസ്സിനെ വിഭ്രമിപ്പിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്തു. പ്രാർത്ഥന വലിയ വിടുതലായിട്ട് അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അത്ഭുതാവഹമായിട്ടുള്ള സൗഖ്യം നേടുവാൻ കഴിഞ്ഞു. ആ വാത്സല്യമുള്ള ആൻറ്റിയെയും അവരുടെ ഹസ്ബൻഡിനെയും മക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ എല്ലാവിധ നന്മകളും സൗഖ്യവും വിടുതലും ആ ഭവനത്തിന്മേൽ വീണ്ടും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തക പഠനം നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി വായിക്കും. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളിച്ചെയ്തു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷി വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പെർഗമോസ് എന്ന സഭയ്ക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞ 2 സഭകൾക്ക് കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംബോധനയാണ് ചെയ്യുന്നത്. നീ എവിടെ പാർക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും ഈ സാത്താൻ്റെ സിംഹാസനമുള്ള ഇടത്ത് പാർക്കുന്ന നിങ്ങൾ എന്നിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് ആ സഭയോട് ദൂതറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അന്തിപ്പാസ് ആരാണ് എന്നുള്ളതിന് സഭാചരിത്രം നോക്കിയാൽ വ്യക്തമായ ഒരു മറുപടി കിട്ടത്തില്ല. പെർഗമോസുകാരനായ വ്യക്തിയായിരുന്നു ലയോൺസിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച അപ്പൊല്ലോസ് എന്നുള്ളവൻ. അതുകൂടാതെ തന്നെ നിരവധി പേര് പെർഗമോസ് ഉള്ളതായിരിക്കുന്ന വിശുദ്ധന്മാര്, ദൈവമക്കൾ, ക്രൈസ്തവര് ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചതായിട്ടും കാണുന്നുണ്ട്. ഇവയിൽ ഉൾപ്പെട്ട ആളുകൾക്ക്, രക്തസാക്ഷികൾക്ക് പൊതുവെ ഏതെങ്കിലും ഒരു വിശുദ്ധന് കൊടുത്ത പദമാവാൻ, ഒരു സൂചക പദമാവാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ അന്തിപ്പാസ് എന്ന് ഉള്ള പദം കൊണ്ട് അർത്ഥമാക്കുമെന്ന് അനുമാനിക്കുന്നത്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും സാത്താൻ്റെ പള്ളിക്കാർ ഈ വലിയ ദ്രോഹം ചെയ്തിട്ട് പോലും ദൈവമക്കൾ പതറിയില്ല. കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞില്ല എന്ന് വളരെ വ്യക്തമായി കർത്താവ് അറിയുന്ന കാര്യം സഭയോട് വെളിപ്പെടുത്തുന്നു. പെർഗമസ് എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു. നമ്മുടെ പ്രയാണം എഫേസോസിൽ നിന്നും വടക്കോട്ട് 30 മൈൽ മാറിയുള്ളായിരിക്കുന്ന സ്മിർന, അവിടെ നിന്നും വീണ്ടും വടക്കോട്ട് പ്രയാണം ചെയ്തു കഴിഞ്ഞാൽ എത്തിച്ചേരാൻ സാധ്യതയുള്ള 3-ാമത്തെ പട്ടണമാണ് ഈ പെർഗമോസ് എന്നുള്ള പട്ടണം. മഹത്തായ യൂഫ്രട്ടീസ് നദീതീരത്ത് കായ്ഖാസ് എന്ന ഭൂവിഭാഗം ഉൾപ്പെടുന്ന സ്ഥലത്തേക്ക് ആ നദി എത്തുമ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു ഈ പെർഗമോസ് എന്നുള്ള പട്ടണം. പെർഗമോസ് പട്ടണത്തിന് വിശേഷണം കൊടുത്തിരിക്കുന്നത് അത് സാത്താൻ്റെ പള്ളി ഇരിക്കുന്ന ഇടമെന്നാണ്, സാത്താൻ്റെ സിംഹാസനം. വെളിപ്പാട് പുസ്തകത്തിലെ പൊതുവായിട്ടുള്ള സൂചനയാണ് ദൈവവും സാത്താനും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞായിരിക്കുന്ന സ്വഭാവങ്ങളെ കാണിക്കുന്നത്. അവണ്ണം തന്നെ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും സാത്താൻ്റെ സിംഹാസനത്തെയും ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നുമുണ്ട്. ദൈവസിംഹാസനത്തിൽ വാണരുളുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും ദൈവരാജ്യ വിഭാവനത്തിനും എതിരായിട്ട് പൊരുതാനുള്ള സാത്താൻ്റെ ശ്രമങ്ങളെല്ലാം കുടിയിരിക്കുന്ന, അത് സമ്മേളിച്ച് ഒത്തുചേർന്ന ഏതൊരു സ്ഥലത്തെയും സാത്താൻ്റെ സിംഹാസനമെന്ന് വിളിക്കാവുന്നതാണ്. പെർഗമോസ് പട്ടണത്തിൻ്റെ വിശേഷണങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സാത്താൻ്റെ സാന്നിധ്യത്തെ വിശേഷിപ്പിക്കുന്നത് എന്തൊക്കെയെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താനാവും. സെനോഫോൺ കൃതികളിലാണ് ആദ്യമായിട്ട് ഈ പട്ടണത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ വന്നിട്ടുള്ളത്. ഈ പട്ടണം
വളരെ വിഖ്യാതമായിരുന്ന ഒരു പട്ടണമായിരുന്നു. അവിടുത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെ പണിയെപ്പറ്റി ചരിത്രകാരനായ പ്ലൈനി പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്നതും ഗാംഭീര്യം നിറഞ്ഞതുമായ കെട്ടിട സമുച്ചയങ്ങൾക്ക് പേരുകേട്ട ഒരു പട്ടണം കൂടിയായിരുന്നു പെർഗമോസ്. പുരാതന കാലത്ത് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ചർമ്മലിഖിതങ്ങൾ നിർമ്മിക്കുകയും കയറ്റി അയക്കുകയും ചെയ്തിരുന്ന ഒരു പട്ടണമായതുകൊണ്ട് പാർച്ചമെൻ്റ് എന്നുള്ള പദം തന്നെ പെർഗമോസ് എന്നുള്ളതിൽ നിന്നും അങ്കുരിച്ച് വന്നതാണെന്ന് ചരിത്രം പറയുന്നു. വിശ്വവിഖ്യാത ഭിഷഗ്വരനായിരുന്ന ക്ലൗഡിയോസ് ഗാലൻ ജീവിച്ചിരുന്നത് ഈ പട്ടണത്തിലായിരുന്നു. BC 129 210 ഇടയിലുള്ളതായ കാലഘട്ടമായിരുന്നു ഗാലൻ്റെ കാലഘട്ടം. അദ്ദേഹം വളരെ പ്രമുഖനായിരുന്നു. ഇന്നുള്ള പല വൈദ്യശാസ്ത്ര രംഗങ്ങൾക്കും നാന്ദി കുറിക്കുന്ന പല വിധത്തിലുള്ള സംഭാവനകൾ നൽകിയത് ഗാലനായിരുന്നു. അനാട്ടമി, ഫിസിയോളജി, പഥോളജി, ഫാർമസിയോളജി, ന്യൂറോളജി എന്നിവയ്ക്ക് പുറമെ ഫിലോസഫിയിലും ലോജിക്കിലും കൂടെ വളരെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്ന ഭിഷഗ്വരനും തത്വചിന്തകനുമായിരുന്നു ഗാലൻ എന്നയാൾ. പെർഗമോസിലെ കെട്ടിടങ്ങൾ വളരെ വിശ്വവിഖ്യാതങ്ങളാണെന്ന് പറഞ്ഞുവല്ലോ. സിയൂസ്, അഫ്രോഡിറ്റസ്, ഡയനീഷ്യസ്, അപ്പോളോ, എസ്കുലാപ്പിയസ് എന്നിങ്ങനെയുള്ള ദേവീദേവന്മാരുടെ ക്ഷേത്ര സമുച്ചയം തന്നെ ഈ പട്ടണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നൈസ്ഫോറിയം പ്രധാനമായും എസ്കുലാപ്പിയസിൻ്റെ ആരാധന കേന്ദ്രമായിരുന്നു. ഈ എസ്കുലാപ്പിയസിനെ പറ്റി വളരെയേറെ സൂചനകൾ, വളരെ പ്രമാദമായിക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലത്തും ലഭ്യമാകുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് വലിയൊരു പേര് ഉണ്ട്. ഇൻ്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ്റെ എംബ്ലമായിരിക്കുന്ന ഒരു വടിയും അതിലേക്ക് ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന പാമ്പിൻ്റെയും ആ എംബ്ലം ലഭിച്ചിരിക്കുന്നത് എസ്കുലാപ്പിയസിൻ്റെ വടിയും പാമ്പും എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹം ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. റോമൻ ദേവനായ അപ്പോളോയുടെയും കൊറോണിയസിൻ്റെയും മകനായിരുന്നു എസ്കുലാപ്പിയസ്. ഇദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പദമാണ് ഹെപ്പിയസ് എന്നുള്ള പേര്. എന്തായിരുന്നാലും ഈ റോമൻ ദേവന് വേണ്ടിയിട്ട് അതിപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയങ്ങളും അതിനോട് അനുബന്ധമായിട്ട് സിയൂസിൻ്റേതുൾപ്പെടെയുള്ളതാക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളും നിറഞ്ഞിരുന്ന വലിയ ഒരു സമുച്ചയം തന്നെ ഉണ്ടായിരുന്നു. അത് നിസ്ഫോറിയം എന്ന് അറിയപ്പെട്ടിരുന്നു. ഓർത്തു നോക്കണം, വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ആരാധനാ രീതികളും ഉണ്ടായിരുന്നതായ ഒരു പട്ടണമായിരുന്നു പെർഗമോസ് എന്ന പട്ടണം. ഈ നൈസ്ഫോറിയത്തിൽ എസ്കുലാപ്പിയസിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ആളുകൾ ഏത് തരത്തിലുള്ള രോഗം ബാധിച്ചവരായിരുന്നാലും എസ്കുലാപ്പിയസിൻ്റെ മാന്ത്രിക സിദ്ധികളാൽ അവിടെ കടന്നു വന്ന് നടത്തപ്പെടുന്ന അനുഷ്ഠാനങ്ങളാൽ ആ വ്യക്തികൾക്ക് സമ്പൂർണ്ണമായ സൗഖ്യമുണ്ടാകുമെന്ന് അവർ വിചാരിച്ചു പോന്നിരുന്നു. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ആ കോമ്പൗണ്ടിലൂടെ ഇഴഞ്ഞു നടന്നിരുന്ന വിശ്രുതമായിക്കുന്ന ഒരു സർപ്പമുണ്ടായിരുന്നു. അവിടെ എത്തുന്ന ആളുകൾ എന്ത് തരത്തിൽ രോഗികൾ ആയിരുന്നാലും സൗഖ്യമാക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു ഐതിഹ്യം. അതിന് മറ്റൊരു കഥ കൂടെയുണ്ട്. ഗോർഗോൺ എന്നറിയപ്പെട്ടിരുന്ന ഗ്രീക്ക് ദേവത, അത് ശരിക്കും പറഞ്ഞാൽ പറക്കുന്ന പാമ്പുകളാണ്, ചിറകുകളുള്ളതാക്കുന്ന പാമ്പുകൾ. ഇങ്ങനെയുള്ളതാക്കുന്ന 3 പാമ്പുകളുടെ ദേവതകളുടെ സങ്കര രൂപമാണ് ഗോർഗോൺ എന്ന് പറയുന്നത്. ഗോർഗോണിൻ്റെ വലത് പാർശ്വത്തിൽ നിന്നും രക്തത്തുള്ളികൾ എടുത്താൽ ഏതൊരു ശവശരീരത്തിൻ്റെയും വായിലേക്ക് ഈ രക്തത്തുള്ളികൾ ഒഴിച്ചു കൊടുത്താൽ ആ ശവങ്ങൾ ഉയർക്കുമെന്നും ജീവിപ്പിക്കപ്പെടുമെന്നും അവർ ധരിച്ചിരുന്നു. അതേസമയം ഗോർഗോൺ ദേവതയുടെ ഇടത് പാർശ്വത്തിൽ നിന്നും എടുക്കുന്നതായ രക്തത്തുള്ളികൾ ജീവിച്ചിരിക്കുന്ന ഏതൊരു മേലെങ്കിലും തളിച്ചാൽ അവൻ തൽക്ഷണം മൃതിയടയുമെന്നും അവർ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു പെർഗമോസ്. എസ്കുലാപ്പിയസിൻ്റെ മക്കളാണ് സൗഖ്യത്തിൻ്റെ ദേവതയായിരിക്കുന്ന പെനാഷയും ആരോഗ്യത്തിൻ്റെ ദേവതയായിരിക്കുന്ന ഹൈജിയയും മറ്റും. ഈ ഹൈജിയ എന്ന പദത്തിൽ നിന്നുമാണ് ഹൈജീൻ, ശുചിത്വം എന്നുള്ള പദം പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഹീലിങ്ങിനും ആരോഗ്യത്തിനും എസ്കുലാപ്പിയസിൻ്റെ മക്കളും എസ്കുലാപ്പിയസിൻ്റെ വരദാനത്താൽ മനുഷ്യർക്ക് ലഭിക്കുന്ന സൗഖ്യവും എന്തിന് മരിച്ച ആൾക്ക് ലഭിക്കാനിടയുള്ള പുനർജനിയുമൊക്കെ വിശ്വസിച്ചിരുന്ന
കെട്ടുകഥകളും സങ്കല്പങ്ങളുമായിരുന്ന ഒരു പട്ടണം. പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതിന് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നുള്ളതിനേക്കാൾ ഏറെ അബദ്ധജടിലങ്ങളാകുന്ന ധാരണകളും വിശ്വാസങ്ങളും ക്ഷേത്രങ്ങളും ആരാധനകളും നിലനിന്നിരുന്ന ഇത്തരം പട്ടണങ്ങൾക്കുള്ള ദൂത് പഠിക്കുമ്പോൾ കേവലം വെളിപ്പാട് പുസ്തകം അന്ത്യകാലത്ത് നിറവേറാനിരിക്കുന്ന ഒരു വെളിപ്പാടുകളുടെ, ദൈവം തമ്പുരാൻ തൻ്റെ പ്രിയ ശിഷ്യന് കൊടുത്ത വെളിപ്പാടുകളുടെ സമാഹാരം മാത്രമല്ല, അന്ന് കർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തകർത്തുകൊണ്ട് സ്വന്തമായി ത്യാഗം അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി പൊരുതിയ ക്രൈസ്തവ സഭകളുടെ മൂല്യമാണ് ഈ പഠനത്തിലൂടെ പുറത്തു വരുന്നത്. ഇന്ന് നമുക്ക് അന്യം നിൽക്കുന്ന ദർശനവും അന്യമായി പോയ വിശ്വാസവും കൈമുതലായിരുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ് ഈ പ്രസ്തുത പട്ടണങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ക്രൈസ്തവർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ തിങ്ങി നിറഞ്ഞിരുന്നതായ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെട്ടുകാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇത്തരം പ്രമാദിത്വമുള്ളതായ ഭരണം നടത്തുന്ന, സ്വാധീനം നടത്തുന്ന ദേവീ ദേവന്മാരുടെയും അന്യ ആരാധനകളുടെയും കേന്ദ്രങ്ങളിൽ എങ്ങനെ സുവിശേഷത്തിന് നിന്ന് പിഴയ്ക്കാൻ സാധിച്ചു, വളരാൻ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നും സുവിശേഷീകരണത്തെ തടയുവാൻ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. അതിനപ്പുറത്തേക്ക് സുവിശേഷത്തിന്, ദൈവരാജ്യത്തിന് വ്യാപനമുണ്ടാകും താങ്കൾ വിശ്വസ്തനായിരുന്നാൽ. റോമൻ സാമ്രാജ്യത്തോട് വളരെ അനുഭവം പുലർത്തിയിരുന്ന അത്തോലൂസിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ യൂമനസിൻ്റെയും കാലഘട്ടത്തിൽ പെർഗമോസിന് റോം ഒരുപാട് ഔദാര്യങ്ങൾ നൽകിക്കൊടുക്കുകയും തൽഫലമായി ഈ പട്ടണത്തിന് അതിൻ്റെ പ്രചുര പ്രസിദ്ധിക്ക്, വളർച്ചയ്ക്ക് അത് നിദാനമായി തീരുകയും ചെയ്തുവെന്ന് ചരിത്രം സൂചനകൾ നൽകുന്നു. ലോകത്തെ രണ്ടാമത്തെ ലൈബ്രറി പെർഗമോസിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ റോമിലെ ഭരണാധിപനായിരുന്ന മാർക്ക് ആൻ്റണി ഈ ലൈബ്രറി എടുത്ത് തൻ്റെ കാമുകിയായ ക്ലിയോപാട്രയ്ക്ക് കൊണ്ടു കൊടുക്കുകയുണ്ടായത്. അങ്ങനെ സംസ്കാരം കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും ഏതാണ്ട് മുൻപന്തിയിൽ നിന്നിരുന്ന പട്ടണമായിരുന്നു പെർഗമോസ്. അവിടേക്ക് സുവിശേഷത്തിൻ്റെ വിത്തുകൾ എത്തിയത്, വളരെ ഫലപ്രദമായിട്ട് വളർന്നത് സഭാചരിത്രത്തിൽ നിന്നും കാണുവാൻ സാധ്യമാകുന്നുണ്ട്. പെർഗമോസ് പട്ടണത്തിൽ നിന്നും കണ്ടെടുത്ത നാണയങ്ങളിൽ ഒരു ജീവചക്രവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒലിവിലകളും എഴയുന്ന പാമ്പുകളും ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പണ്ടത്തെ സംസ്കാരത്തിൻ്റെ സൂചനകളായിട്ട് കാണുന്നുണ്ട്. ഈ പട്ടണത്തെ ഒരു പാഗൺ കത്തീഡ്രൽ നഗരമെന്നോ ഒരു യൂണിവേഴ്സിറ്റി നഗരമെന്നോ വിശേഷിപ്പിക്കാം. എസ്കലോപ്പിയസിൻ്റെ അതിമഹത്തായിട്ടുള്ള സ്വാധീനം, അനാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ക്രിസ്ത്യാനിക്ക് അതാത് സമയങ്ങളിൽ തക്കതായ ശിക്ഷ ഏൽപ്പിക്കുന്നതായ ഒരു നീതിനായ കോടതി, സാത്താന്യ ആരാധനകളുടെ സ്വാധീനമോ അന്ധകാരത്തിൻ്റെ സ്വാധീനമോ ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നവരെ തൽക്ഷണം വധിച്ചു കളയാൻ ശിക്ഷ നടപ്പാക്കാനുള്ള ജുഡീഷ്യറിയുടെ ആസ്ഥാനമോ ഉണ്ടായിരുന്നതുകൊണ്ടൊക്കെ ആവാം നീ പാർക്കുന്നത് സാത്താൻ്റെ സിംഹാസനമാണ്, സാത്താൻ്റെ ഇടമാണ് എന്ന് ഉള്ള സൂചന നൽകുവാൻ കർത്താവിന് പ്രേരകമായി തീർന്നത്. നാം പാർക്കുന്ന ഇടം, അതിൻ്റെ അസ്വസ്ഥത, അതിലെ സ്വാധീനം, അതിലെ ഭരണങ്ങൾ, ഇവ നന്നായിട്ട് അറിയാവുന്നവനാണ് കർത്താവ്. ഭൂമിയിൽ ഉള്ള ഏത് സ്ഥലവും ക്രിസ്തു വിശ്വാസിയുടെ പാദസ്പർശം കൊണ്ടും സാംസ്കാരിക മേന്മ കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിലേക്ക് വരുന്നതാണ് ഈ സഭകളിലൂടെയുള്ള ഓട്ടപ്രദർശനം നമുക്ക് കാട്ടിത്തരുന്ന ചിത്രം. വേറെ ഒന്നും അവർ ചെയ്തില്ല. കർത്താവിനെ ആരാധിച്ചു, ഇരുളുമെല്ലാം നീങ്ങി, ഇരുട്ടിൻ്റെ സ്വാധീനം നീങ്ങി. അവർ ജുഡീഷ്യറിയെ ഭയപ്പെട്ടില്ല. തങ്ങളുടെ തലവെട്ടുന്ന, തങ്ങളെ കൊന്നൊടുക്കുന്ന, കിരാതന്മാരാക്കുന്ന ആളുകളുടെ ആ കൂട്ടത്തെ അവർ ഭയന്നില്ല. അവർ ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തി. മെല്ലെ ആ പട്ടണത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹം കീഴടക്കി വലിയൊരു ക്രൈസ്തവ സഭ അവിടെ രൂപീകൃതമായി. സാത്താൻ്റെ സിംഹാസനമുള്ള ഇടത്ത് പാർക്കുമ്പോഴും അതിൻ്റെ അനന്തരഫലങ്ങളായിട്ട് കൊടിയ പീഡനമേൽക്കുമ്പോഴും, എന്തിനേറെ പറയുന്നു, വിശ്വാസത്തിൻ്റെ സാക്ഷിയായി അന്തിപ്പാസിനെ പോലുള്ള ഭക്തന്മാർ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴും നിങ്ങൾ എന്നിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു. ഇവിടെ മുറുകെ പിടിക്കുക എന്നുള്ള ആ പദം അർത്ഥമാക്കുന്നത് ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ഏറ്റെടുക്കുവാനും പിടിക്കുവാനും സാധിക്കും. പക്ഷേ
എനിക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ അഭികാമ്യമെന്ന് തോന്നുന്നത് എന്തിനെയാണോ ഏറ്റവും അധികം മാറോട് ചേർത്ത് പിടിക്കുന്നത്, അതിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നത്. നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുന്നതിനെ പറ്റി എബ്രായ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും 6-ന്റെ 18-ലും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം കൈവിട്ട് മറ്റ് പലതും മുറുകെ പിടിക്കുക, മറ്റ് പലതിലേക്കും മനസ്സ് ചായാം. പക്ഷേ ആ ജീവിത സാഹചര്യത്തിലും പെർഗമോസിലെ സഭ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്നുള്ളത് കരണീയമായ സംഭവമാണ്. അത് അവർക്ക് അഭിനന്ദനമായി തീർന്നു, കർത്താവിൻ്റെ മനസ്സിന് സന്തോഷമായി മാറി. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി യോഹന്നാനിലൂടെ പെർഗമോസിലെ ക്രൈസ്തവരെ അഭിസംബോധന ചെയ്യുകയാണ്. അവിടെ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ബിലയാമിനെ പറ്റി അപ്പോസ്തലനായ പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് അവൻ അനീതിയുടെ കൂലി കൊതിച്ച വ്യക്തിയെന്നാണ്. യൂദയുടെ ലേഖനത്തിലും അതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അനീതിയുടെ കൂലി കൊതിച്ച് മറ്റുള്ളവരെ കൊണ്ട് ദുഷ്പ്രവർത്തിക്ക് പ്രേരണ കൊടുത്തതായ വ്യക്തി. അവനൊരു പ്രശ്നക്കാരനായിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 29-ലും 21-ന്റെ 25-ലും 1 കൊരിന്ത്യർ 8-ന്റെ 4-ലും വിഗ്രഹാർപ്പണത്തെപ്പറ്റി ഉള്ള വ്യക്തമായ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അശുദ്ധി, വിഗ്രഹാരാധന, ദുഷ്കാമം ഇവയിൽ നിന്നും അകന്നിരിക്കേണ്ടതുണ്ട് എന്നുള്ള സൂചനകൾ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലെ പ്രധാന പ്രമേയമായിരുന്നു. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന നവീകരിക്കപ്പെട്ട വിശ്വാസധാരയിൽ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ജീവിതത്തിനുടമയാകുന്ന വ്യക്തി എന്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള വ്യക്തമായ രൂപരേഖ അപ്പോസ്തലന്മാർ തിരുസഭയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ പെർഗമോസിലെ സഭയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ത് ക്രിസ്തു വിലക്കിയിട്ടുണ്ടോ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ ആദ്യ നാളുകളിൽ വിലക്കിയിരിക്കുന്നോ, അത് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപദേശവുമായിട്ട് അനീതിയുടെ കൂലി കൊതിച്ച് വേറെ ആരോ കൊടുക്കുന്ന പ്രതിഫലത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉപദേശങ്ങൾ, പണം കൊതിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ എന്തൊക്കെയോ ഔദാര്യ നന്മകൾ കൊതിച്ചുകൊണ്ട്, പ്രശസ്തി കൊതിച്ചുകൊണ്ട്, സ്ഥാനം പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാർ അതേ ബിലയാമിൻ്റെ പാതയിൽ പെർഗമോസിൽ ശക്തി പ്രാപിച്ചു വന്നിരുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതിനെതിരെ കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല. ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തത് ഇവർ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ്, പക്ഷേ ഇവരെ ഞാൻ പറഞ്ഞു തരുന്ന ചില സൂത്രങ്ങൾ ഉപയോഗിച്ച് കുടുക്കിയാൽ അവരുടെ ഇടയിലുള്ളതായ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. അതിന് ബിലയാം ഉപദേശിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യമായിരുന്നു അവരുടെ ഇടയിലേക്ക് വിഗ്രഹാർപ്പിതം കഴിക്കുന്ന സ്വഭാവവും ദുർനടപ്പും കൊടുക്കുകയാണെങ്കിൽ ജനം ദൈവഭക്തിയിൽ നിന്ന് നഷ്ടപ്പെടും, ദൈവശക്തി ശൂന്യമായി തീരും, ഇവർ വെറും സാധാരണ ജനങ്ങളായിത്തീരും. ഈ ഉപദേശം പറഞ്ഞ് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ കുടുക്കുവാൻ അന്ന് ബിലയാം എങ്ങനെ ഉപദേശം കൊടുത്തോ അതേ രീതിയിൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ പെർഗമോസ് എന്ന പ്രസിദ്ധമായ പട്ടണത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നത് എങ്ങനെ തോൽപ്പിച്ച് കളയാമെന്നുള്ള അർത്ഥത്തിൽ വ്യാജഭാവത്തോടെ ഈ സഭയാം തോട്ടത്തിനുള്ളിൽ വ്യാപരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നു, സഭ അതിൽ അടിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പരാജയ കാരണമായി തീരും. ആകയാൽ എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് പറയുന്നു. ദൈവദൂതൻ്റെ പ്രത്യക്ഷത കഴുതയുടെ വായ തുറന്നതുപോലുള്ള അസംഭവനീയമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടും മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യം വളരെ വളരെ ശോചനീയമായിരുന്നുവെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ അഭിനന്ദനത്തിനും പണത്തിനും സ്ഥാനത്തിനും വേണ്ടി ഓടിയ ബിലയാമിന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഊരിപ്പിടിച്ച് വാളുമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ
വർഷങ്ങൾ മാനസാന്തരപ്പെടാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വരാതിരുന്നപ്പോൾ കനാൻ നാട് കീഴടക്കിയ ഇസ്രായേൽ മക്കൾ നിർദാക്ഷിണ്യം യോശുവയുടെ നേതൃത്വത്തിൽ ആ മനുഷ്യനെ പിടിച്ച് വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു. ഇത് ചരിത്രമായി അവശേഷിക്കുമ്പോൾ പെർഗമോസിലെ ദൈവസഭയോട് പറയുകയാണ്, ഈ സ്വഭാവം തുടർന്നാൽ അന്ന് എന്തായിരുന്നോ ബിലയാമിന് കൊടുത്തത് ഇത് തന്നെയായിരിക്കും മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാത്ത പെർഗമോസിലെ ദൈവജനത്തിനും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് ഈ ബിലയാമിൻ്റെ, ഈ ദുർനടപ്പിൻ്റെ, ഈ വിഗ്രഹാരാധനയുടെ, ഈ അശുദ്ധിയുടെ, ഈ ലോകഭ്രമത്തിൻ്റെ വ്യാപാരമുള്ളവരോട് പൊരുതുമെന്നാണ് കർത്താവ് അസന്നിഗ്ധമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നത്. മാനസാന്തരപ്പെട്ട് അതിൻ്റെ അനന്തരഫലമായി ജയിക്കാൻ സാധിച്ചാൽ അവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വളരെ അതുല്യമായ നിസ്തുലമായ ഒരു വചനമാണ് കൊടുത്തിരിക്കുന്നത്. മന്ന ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി പ്രയാണത്തിൽ ഭക്ഷിപ്പാൻ കൊടുത്ത ഭക്ഷണമാണ്. തേൻ കൂട്ടി ദോശ കഴിക്കുന്ന ടേസ്റ്റുള്ള, കൊത്തമ്പാലരുടെ രൂപമുള്ള, മണ്ണിൽ അവരവരുടെ കൂടാരത്തിൽ മഞ്ഞിനൊപ്പം പെയ്തിറങ്ങിക്കിടന്ന, അതിന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൂതന്മാരുടെ ഭക്ഷണമെന്ന അതിസുന്ദരമായ ഭക്ഷണം. അവരുടെ അപ്പറ്റൈറ്റിനെ മാറ്റുവാൻ 40 ആണ്ട് മരുവാസികൾക്ക് നിർലോഭം കൊടുത്ത മനോഹരമായ ഭക്ഷണം. മന്ന എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ഇത് എന്ത് എന്ന. ഒരിക്കൽ പോലും ഇതിൻ്റെ റിസോഴ്സസ് അവർ കണ്ടിട്ടില്ല. അവർക്ക് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമായിരുന്നു. പക്ഷേ അവരുടെ പ്രതിദിന ജീവിതത്തിന് സാന്ത്വനവും മതിയാകുന്ന ഉദവിയുമായിരുന്നു മന്നയിൽ അന്തർലീനമായിരുന്നത്. വിശുദ്ധ ബൈബിൾ നൽകുന്ന ഏറ്റവും മഹത്തരമായ ഒരു വെളിപ്പാടാണ് മന്ന എന്നുള്ളത്. അജ്ഞാതമായിരുന്നു, പക്ഷേ കഴിക്കുന്നവർക്ക് സുഭിക്ഷതയുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന എന്നും മനുഷ്യരാശിയുടെ മുമ്പിൽ പൂർണ്ണമായി വെളിപ്പെടാതെ വണ്ണം മറയ്ക്കപ്പെട്ടതായ മന്ന. ഒരിക്കൽ കർത്താവായ യേശുനാഥൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാവുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ തിരയുന്ന ഇതെന്തെന്ന് മനസ്സിലാക്കാതെ വണ്ണം മന്നയെ തെറ്റിദ്ധരിക്കുന്നതിനുള്ള മറുപടി തന്നെയായിരുന്നു കർത്താവിൻ്റെ വാക്കുകളിൽ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യഥാർത്ഥത്തിൽ ഈ മന്ന അർത്ഥമാക്കുന്നത് ജീവൻ്റെ ഉത്ഭവവും ഉറവിടവുമായ സമൃദ്ധിയുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്നെയാണ്. 2, ഒരു വെള്ളക്കല്ലും അതിന്മേൽ എഴുതിയിരിക്കുന്ന ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയാത്ത പുതിയ പേരും ഞാൻ നൽകും. വെള്ളക്കല്ലിനെ പറ്റി 3 പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ട്. പുരാതന കാലത്ത് ഒരു കോടതി മുറിയിൽ നിൽക്കുന്ന അപരാധിയോട്, കുറ്റവാളിയോട് കോടതിയുടെ മജിസ്ട്രേറ്റിന് അവൻ്റെ പാപം ഇളച്ചിപ്പ് കൊടുക്കുവാൻ കാരണമുണ്ടെന്ന് തോന്നിയാൽ ആ മനുഷ്യൻ്റെ നേർക്ക് ഒരു വെള്ള കല്ല് എറിയാറുണ്ടായിരുന്നു. മരണവും ജീവനും തമ്മിൽ വേർതിരിക്കുന്ന, ജീവനിലേക്ക് കടക്കുവാൻ കുറ്റവാളിത്തം മാറ്റിയിട്ട് കുറ്റവാളിയെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി നീതീകരിക്കുന്ന, വെറുതെ അയക്കുന്നത് ഒരു വെള്ളക്കല്ല് സൂചന നൽകുന്നു. 2, അന്നത്തെ ഭരണാധിപന്മാർ, ചക്രവർത്തിമാർ തങ്ങളുടെ മന്ത്രിമാരായി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ശാരീരിക സൗഖ്യവും ആരോഗ്യവും ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഏതാണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന 4 എബ്രായ ബാലന്മാരുടെ ചരിത്രവും അത് തന്നെയാണ് പറയുന്നത്. വിദേശ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആളുകൾ സ്വന്തം രാജധാനിയിലെ ഉന്നതമായ പദവികൾ വഹിക്കണമെങ്കിൽ, മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ, നിയോഗിക്കപ്പെടണമെങ്കിൽ അവർ ആരോഗ്യമുള്ളവരായിരിക്കണം. അതിനുള്ളതായ രാജകീയ ഭക്ഷണവും പാനീയവും നൽകുന്ന ഒരു ഏർപ്പാട്, ചികിത്സാ വിധികൾ നൽകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇങ്ങനെ ശാരീരിക തെളിവ് പ്രാപിച്ചു വരുന്ന ആൾക്ക് അയാളുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് ഒരു വെള്ളക്കല്ലാണ്. ഇനി ഒരു ഊനവുമില്ല, ഒരു കുറവുമില്ല, ആരും തടയത്തില്ല, താങ്കൾക്ക് മന്ത്രിയായി വാഴാം. 3, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന കായിക വിനോദങ്ങളിലെ ചാമ്പ്യന്മാരെ കാണിക്കുന്നതാണ്. പ്രമുഖമായ കായിക വിനോദങ്ങൾ 1-ാം സ്ഥാനത്തെത്തുന്ന ആളുകൾക്ക് വെള്ളക്കല്ലും അതിലെഴുതിയിരിക്കുന്ന ഒരു പുതിയ പേരുമാണ് കൊടുത്തിരുന്നത്. ഇതർത്ഥമാക്കുന്നത് പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നത് അവർക്ക് പബ്ലിക്കിൽ നടത്തപ്പെടുന്ന ഏത് പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളിലോ ശില്പശാലകളിലോ
പ്രധാനപ്പെട്ട ഡെമോൺസ്ട്രേഷനുകളിലോ എത്ര ഔന്നത്യം നിലനിൽക്കുന്ന സ്ഥാനങ്ങളിലോ അവർക്ക് സൗജന്യമായി കടന്നില്ലാനുള്ള അനുവാദമാണ് ഇത് കൊടുത്തിരുന്നത്. There's nothing going to happen through the observance of these things. ഈ പെർഗമോസ് പട്ടണത്തിൽ നടത്തപ്പെടുന്ന ഒന്നുകൊണ്ടും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരാൻ കഴിയില്ല. കെട്ടുകഥയാണ്, സങ്കല്പങ്ങളാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. ഈ പട്ടണത്തിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ക്രിസ്തു ഭക്തന് പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ക്ഷമത, നിരപരാധിത്വം, ഏത് സ്ഥലത്തും കർത്താവ് ഒരുക്കുന്ന ഏത് വേദിയിലും കർത്താവിൻ്റെ രാജസന്നിധിയിൽ നിർഭയമായ പ്രവേശനം, ഇവ മൂന്നും ഈ വെള്ളക്കല്ലും അതിനുള്ളിൽ എഴുതിയ പുതിയ പേരിലൂടെയും അർത്ഥമാക്കുകയാണ്. മന്ന ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ ഭക്ഷണമായിരുന്നെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമ്പോൾ ആത്യന്തികമായ ജീവൻ്റെ ഭക്ഷണമായിട്ട് അത് നിലകൊള്ളുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉദവി, അവൻ്റെ നിലനിൽപ്പ്, അവൻ്റെ ജീവസന്ധാരണം സകലതും അവന് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുനാഥനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുക, താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടില്ല, ഒരു കാത് കേട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയതുമില്ല. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് അതിലെഴുതിയ പുതിയ പേര് കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലഭിക്കണം, ആ അവാർഡ് ലഭിക്കണം. അവാർഡ് ലഭിക്കപ്പെടാൻ വരെ എന്താണ് ഞാൻ എന്തായിത്തീരുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുവരെയും സഹിഷ്ണുതയോടെ നിലകൊള്ളണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം. ജീവനും ആരോഗ്യവും സൗഖ്യവും സമൃദ്ധിയായി നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജയം അനുഭവിക്കുവാൻ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവെ കാക്കുമാറാകട്ടെ.